നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അലീനയുടെ മടിയിൽ തലവെച്ച് കിടക്കുവാണ് ശരണ്യ. ശരണ്യയുടെ മുടിയിഴകളിൽ പതുക്കെ തലോടി കൊടുത്തോണ്ടിരിക്കുക അലീന. ആ സമയത്ത് ശരണ്യ പറഞ്ഞു, ചേച്ചി ചേച്ചി ഇന്ന് പോവണ്ടെന്ന് പറഞ്ഞു. പോവണ്ടെന്നോ? അതെ ചേച്ചി ഇന്ന് പോവണ്ടെന്ന് പറഞ്ഞു. പോവാതിരുന്ന എങ്ങനെ ശരിയാന്നേ? ഞാനൊരു വീട്ടിൽ നിൽക്കുമല്ലേ, അവിടേക്ക് വിളിച്ചു പറഞ്ഞാൽ മതി. ഫോൺ വിളിച്ചു പറഞ്ഞാലോ? അതൊരു ഫാമിലി അല്ലേ മോളെ, അപ്പം നമുക്ക് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാവോ? ചേച്ചി മറ്റൊരു ദിവസം വരാം, അവരോടൊക്കെ അനുമതി മേടിച്ചിട്ട്. എങ്കിൽ ചേച്ചി എന്നെയും കൂടെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. എനിക്ക് മോളെയും കൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ സ്നേഹനികേതനത്തിലായിരുന്നെങ്കിൽ മോളെയും കൂടെ ഞാൻ കൊണ്ടുപോയാനും. പക്ഷെ ഇവിടെ അത് പറ്റില്ലല്ലോ. ചേച്ചി തന്നെ വേറൊരു വീട്ടിലല്ലേന്ന് ചോദിച്ചു. ആ സമയത്താണ് ശരണ്യയുടെ അമ്മ ലത അങ്ങോട്ടേക്ക് വരുന്നത്. 2 ഗ്ലാസ് ചായയൊക്കെ ആയിട്ടാ വന്നേ. അതെ, പാലില്ലാത്തതുകൊണ്ട് കട്ടൻ ചായയാന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല ആൻറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ ശരണ്യയ്ക്കും ഒന്ന് അലീനയ്ക്കും കൊടുത്തു. ആഹാ, വന്നോന്നിപ്പോൾ ഇവള് അലീനയുടെ മടിയിലാണ് കിടക്കുന്നല്ലേന്ന് ചോദിച്ചു. അതൊന്നും സാരമില്ല ആൻറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് അവരങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം അലീനയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചായ കുടിക്കുവാണ് അവള്. ഈ സമയത്താണ് ശരണ്യയുടെ അനുജന് കാളിദാസൻ പോയി പുറത്തു പോയി ബേക്കറി ഒക്കെ മേടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ബേക്കറി പലഹാരം മേടിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി കയറിപ്പോയി. പിന്നീട് മനുഷ്യൻ കൊണ്ട് ഒരു പാത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇതാ ചേട്ടാ കഴിച്ചോളാൻ പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. കഴിച്ചോ ചേട്ടാ? വേണ്ടാന്ന് പറഞ്ഞു. മനുശങ്കർ വേണ്ടാന്ന് പറഞ്ഞു കഴിക്കാനായിട്ട് പോയില്ല. കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അലീന പുറത്തേക്ക് ഇറങ്ങി വന്നു. കൂടെ ശരണ്യ ഉണ്ടായിരുന്നു. അതെ, മനുവേട്ടൻ ഇന്ന് ബോറടിച്ചോന്ന് ചോദിച്ചു. ഇല്ല, ബോറടിച്ചൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് മുറ്റത്ത് പ്രഭാകരനും 1-2 പേരും കൂടെ ഉണ്ടായിരുന്നു. അവരിങ്ങനെ സംസാരിച്ചിരിക്കുമായിരുന്നു. പിന്നീട് അലീന പറഞ്ഞു, എങ്കിൽ ശരി, ഇനി ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ശരണ്യെ നോക്കണം. പേടിക്കൊന്നും വേണ്ട, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരാം, നിന്നെ കാണാൻ വന്നോളാന്ന് പറഞ്ഞു. ആ സമയം പ്രഭാരം വന്നിട്ട് പറഞ്ഞു, അതെന്ത് പോക്കാ പോകുന്നേ? എന്തേലും കാര്യം പറഞ്ഞിട്ട് പോ, കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോ. അപ്പോഴേക്കും അലീന ചോദിച്ചു, അതെന്തായിട്ടാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. എൻ്റെ കൊച്ചേ, ഇവിടെ ഓരോരുത്തരൊക്കെ ഡെയിലി കയറി ഇറങ്ങുന്നുണ്ട്. ചിലർ പറയും ഇവിടെ ഇനി പഠിപ്പിക്കാൻ വരണ്ടെന്ന്. ഒരു കൂട്ടർ വന്നിട്ട് പറയും ഇവൾക്ക് എന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാം. ചിലർ വന്നിട്ട് പറയുന്നത് ബക്കറ്റ് പിരിവ് നടത്താനാ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെയാന്ന് പറഞ്ഞു. ആ സമയം അലീന പറഞ്ഞു, അതിന് ഇവൾക്ക് പഠിക്കാനല്ലേ ആഗ്രഹം, അങ്ങനെ പഠിക്കാൻ ആഗ്രഹമാണെങ്കിൽ ഇവള് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രഭാകരൻ പറഞ്ഞു, അങ്ങനെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവൾ ഈ വേലത്തരം ഒപ്പിച്ച് വെക്കില്ലായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനി ഇവൾക്ക് സ്കൂളിൽ പോയിരുന്ന് പഠിക്കാൻ പറ്റുമോ? കുട്ടികളൊക്കെ കളിയാക്കി ചിരിക്കില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞു. അലീന പറഞ്ഞു, അക്കാര്യമൊന്നും ഓർത്ത് അത് ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. ഇവൾക്ക് പഠിക്കാനാ താല്പര്യമെങ്കിൽ ഇവൾ പഠിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഈ പറയുന്ന ബക്കറ്റ് പിരിവിനോടൊന്നും ഒരു താല്പര്യമില്ല. അങ്ങനെ പിരിവെടുത്താൽ പോലും അതൊരു പേരിന് വേണ്ടി മാത്രമായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന നക്കാപ്പിച്ച് എന്തേലും ആയിരിക്കും, ബാക്കി അവർ കൊണ്ടുപോകും. പിന്നെ ജോലിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇവൾക്ക് എന്ത് ജോലി മേടിച്ചു കൊടുക്കുമെന്ന് പറയുന്നവര്. +2 പരീക്ഷ എഴുതാൻ പോകുന്നുള്ളൂ ഇവള്. അപ്പോൾ ഇവൾക്ക് എന്ത് ജോലിയാണ് കിട്ടുന്നത്? അങ്ങനെ നല്ല ജോലി എന്തെങ്കിലും കിട്ടുമോ? പിന്നെ വേറെന്തെങ്കിലും കാലത്ത് വീടൊക്കെ പണിത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും ശരിയാവുന്ന കാര്യമല്ല. പലതും പറയാനായിട്ട് പലരും വരും. പക്ഷെ അതിനകത്ത് നമ്മൾ വീണു പോകരുത്. നമ്മൾ ഇവളുടെ ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ ഈ സംഭവങ്ങളൊക്കെ കിട്ടിയാൽ പോലും അവസാനം അതിനൊരു ലേബൽ ഉണ്ടായിരിക്കും. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് കൊടുത്ത ഔദാര്യം, ആ ഒരു ലെവലിലായിരിക്കും ഇവൾ അറിയപ്പെടാൻ പോകുന്നത്. ഒരു ജോലി കിട്ടിയാലും അങ്ങനെ തന്നെയായിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ ഇവൾക്ക്? പഠിക്കാൻ നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടിയല്ലേ, ഇവള് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രഭാകരൻ പറഞ്ഞു, അങ്ങനെ പഠിക്കണമെങ്കിൽ എത്ര രൂപയുണ്ടെങ്കിലാ? ആദ്യം ഇവള് +2 പരീക്ഷ എഴുതട്ടെ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ. +2 കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഇവളെ പഠിപ്പിക്കാനുള്ള ആസ്തിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, ഇവള് പഠിച്ചൊരു ഡോക്ടറാണെന്നല്ലേ ഇവളുടെ ആഗ്രഹം, അതിനുള്ള കഴിവും പ്രാപ്തി ഇവൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? നീ തന്നെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമല്ലേ, അതൊന്നും ഓർത്ത് ചേട്ടൻ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഇതേ വെറുതെ ഇങ്ങനെ പറയാനൊക്കെ എളുപ്പമാണെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം ചേട്ടാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിക്കോളാം. ഇവളുടെ കാര്യം ഓർത്ത് നിങ്ങളാരും പേടിക്കണ്ട, ആദ്യം ഇവള് +2 പരീക്ഷ എഴുതട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, നമുക്ക് പോയാലോ മനുവേട്ടാന്ന് ചോദിച്ചു. അങ്ങനെ അവരിറങ്ങുവാണ്. അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു, പ്രഭാകരൻ്റെ മുഖത്തും ശരണ്യയുടെ മുഖത്തും ഒക്കെ. കാരണം മുമ്പത്തെ പോലെയല്ല, ശരണ്യയ്ക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തന്നെ കൊണ്ട് സാധിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ. പിന്നീട് അവർ പോരുന്ന വഴിയിലാണ് ഓട്ടോക്കാരൻ ഷാജിയെ കാണുന്നത്. അങ്ങനെ ഷാജിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഷാജിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അലീന ചോദിച്ചു, ഇതെന്താ ഇപ്പോൾ ഓട്ടോ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. അതേ, കോളനി വരെ വരേണ്ട ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നാന്ന് പറഞ്ഞു.
പിന്നീട് ചോദിച്ചു, ശരണ്യെ കണ്ടോന്ന് ചോദിച്ചു. കണ്ടെന്ന് പറഞ്ഞു. അല്ല, ഇതാരാ? മുമ്പ് നീ ഓട്ടോയിലൊക്കെ ആയിരുന്നല്ലോ, ഇപ്പൊ കാറിനൊക്കെയാണോ സഞ്ചരിക്കണമെന്ന് ചോദിച്ചു. ഇത് മനുവേട്ടൻ. അപ്പോഴേക്കും മനശങ്കർ ഷെയ്ക്കാൻഡിന് വേണ്ടി കൈ നീട്ടുകയാണ്. ഒടുവിൽ ഷെയ്ക്കാൻഡ് കൊടുക്കേണ്ടതായിട്ട് വന്നു ഷാജിക്ക്. ആ സമയത്ത് മനശങ്കർ പറഞ്ഞു, അതെ ഞാൻ ബാലേന്ദ്രൻ മേനോന്റെ റിലേറ്റീവാന്ന് പറഞ്ഞു. ഓ, ഇപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളല്ലേ അലീനെന്ന് ചോദിച്ചു. അലീന ഒരു നിമിഷം നോക്കിയിട്ട് പറഞ്ഞു, അത് പിന്നെ. ആ സമയം മനശങ്കർ പറഞ്ഞു, തെറ്റായിരിക്കുമൊന്നും വേണ്ട, നിങ്ങൾ അവിടെ വന്ന് കാര്യം പറയുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അവൾക്ക് അപ്പം തന്നെ ശരണ്യെ കാണുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറഞ്ഞു. ഈ സമയത്ത് ഷാജി പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ, ആ പെങ്കൊച്ചാണെങ്കിൽ തീറ്റയില്ല കുടിയില്ലാതെ അവിടെ കിടക്കുമായിരുന്നു. അവള് വിളിച്ചിട്ട് എന്നോട് കരഞ്ഞു പറഞ്ഞു, എനിക്ക് അലീന ചേച്ചിയെ കാണണമെന്ന്. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഞാൻ അവിടെ വന്ന് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അല്ലെങ്കിലും കാര്യം കണ്ടു കഴിയുമ്പോൾ നീയും കാല് വാരി പോയില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന ചോദിച്ചു, ഞാൻ എന്ത് തെറ്റിയെന്നാ പറഞ്ഞേ? അല്ല, അവനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നീ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അയ്യോ ഷായിച്ചേട്ടാ, ഷായിച്ചേട്ടൻ എന്തറിഞ്ഞിട്ടേ പറയണേ? അങ്ങനൊന്നും പറയരുത് കേട്ടോ. ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ശരണ്യെ കാണാൻ പോലും ഇവിടെ ഉള്ളവരെന്നെ കൂട്ടാക്കില്ല. കോളനിക്കാരനെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയോ ചെയ്തേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ചോദിച്ചു. അതെന്തേലും ആയിക്കോട്ടെ, എന്നാലും നിനക്കൊന്ന് ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറയരുത് ഷായിച്ചേട്ടാ, എൻ്റെ മാനസികാവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ അലീന പറയണം. ആ സമയം ഷാജി പറഞ്ഞു, അതെ ആ ചെക്കനുണ്ടല്ലോ, നീ ജോലി ചെയ്യുന്ന വീട്ടിലെ ചെക്കൻ, അവൻ രക്ഷപ്പെട്ടത് നീ മൂലമാണെന്ന് എല്ലാവരും പറയണേ. നീ വന്ന് ശരണ്യെ സ്വാധീനിച്ചുകൊണ്ടാന്ന്. അല്ലായിരുന്നെങ്കിൽ ശരണ്യ ഒരു കാരണവശാലും അങ്ങനെയൊന്നും പറയില്ലായിരുന്നു, മൊഴി കൊടുക്കില്ലായിരുന്നൊക്കെ പറയണേ. അലീന പറഞ്ഞു, ഞാൻ ആരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ രോഹിത്തിൻ്റെ പേര് പോലും അവളോട് പറഞ്ഞിട്ടില്ല. അവളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അവളുടെ മനസാക്ഷിക്ക് തോന്നുന്ന കാര്യം അവൾ പറഞ്ഞേ. മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ട് അവളൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഷായിച്ചേട്ടനൊന്ന് ആലോചിച്ച് വെക്ക്. ഷായിച്ചേട്ടൻ്റെ ഓട്ടോയും വിളിക്കുന്നുണ്ട്. എനിക്ക് ഓട്ടോ ചാർജ് കുറച്ച് തരുന്നുണ്ട്. എന്തുകൊണ്ടാ? ഞാൻ ഷായിച്ചേട്ടനെ ചിരിച്ച് കാണിച്ചിട്ടാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തെ കയ്യിലെടുത്തിട്ടാണോ? അല്ലല്ലോ. ആദ്യം കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഷായിച്ചേട്ടന് മനസ്സിലായില്ലേ അത്? അപ്പോഴേക്കും ഷാജി പറഞ്ഞു, അത് ശരിയാ, നീ ഒരു വീട്ടിൽ ജോലി ചെയ്ത് പാവം പിടിച്ച ആൾക്കാരെ സഹായിക്കുന്നു. അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ പകുതി ഓട്ടോ ചാർജ് മേടിക്കണേ. അതാ ഷായിച്ചേട്ടാ, ഞാൻ അങ്ങനെയാ. ഞാൻ അല്ലാതെ ആരോടും ഒന്നും പറയാറില്ല, ഒന്നും പറഞ്ഞങ്ങനെ ചെയ്യിക്കാറൊന്നുമില്ല. അവനവന് തോന്നി ചെയ്യണമെന്ന് പറഞ്ഞു. ശരണ്യയുടെ കാര്യം അങ്ങനെ തന്നെയാ. ഞാൻ ഒരിക്കലും അവളെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് കേട്ടിഞ്ഞപ്പം ഷാജി പറഞ്ഞു, അതെ എനിക്ക് ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ നാട്ടുകാർക്ക് അങ്ങനെ മനസ്സിലായെന്ന് വരത്തില്ല. അവർ പറയണത് നീ സ്വാധീനിച്ചുകൊണ്ട് മാത്രമാണ്. നാട്ടുകാരെ പലതും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇത് കേട്ടിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, ആരെന്ത് പറഞ്ഞാലും ശരി, എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ട് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഷായിച്ചേട്ടാ. ആ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഷാജി പറഞ്ഞു, സാരമില്ല, എന്തേലും ആട്ടെ, അവളെ കാണാൻ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അലീന പറഞ്ഞു, എന്ത് ശരിയാൻ പോയിക്കോട്ടെ, സമയമില്ലാത്തതുകൊണ്ടാണ് വീട്ടിലേക്ക് വരാത്തെ. അമ്മയോടും അനുജിത്തിയോടൊക്കെ അന്വേഷണം പറയണമെന്ന് പറഞ്ഞു. ശരി, പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിരികെ പോരുവാണ്. പിന്നീട് അലീനയും മനുഷ്യങ്ങളും കൂടെ തിരികെ പോരുവാണ്. പോരുന്ന സമയത്ത് അലീന മനുവിനോട് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, പാവശരണേ, അവൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മനുഷ്യൻ പറഞ്ഞു, അതൊക്കെ എൻ്റെ അമ്മ ടപ്പയെന്നായിരിക്കും തീരുമാനം എടുക്കണേന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, മുഖത്തടിക്കുന്ന പോലെ അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം മനുഷ്യങ്കർ ചിരിക്കുവാണ്. അതെ, ഞാൻ ഉദ്ദേശിച്ച വിവേകത്തോടെ ഉള്ളൊരു തീരുമാനം എടുക്കുന്നതിനെ കുറിച്ചാണ് അലീന പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു. കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്കർ കാറ് നിർത്തി ഇറങ്ങുവാണ്. അപ്പോൾ അലീനയ്ക്കൊന്നും മനസ്സിലായില്ല. അലീന പിന്നാലെ ഇറങ്ങി. അങ്ങനെ അങ്ങോട്ട് കയറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീനയോട് മനുഷ്യങ്കർ ചോദിച്ചു, എൻ്റെ അമ്മ നിനക്ക് ആരായിട്ട് വരുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് ആൻറ്റി. അല്ല, കുറച്ച് നാൾ കഴിയുമ്പോഴോ ആൻറ്റി എന്ന് പറഞ്ഞു. അല്ല, ഒരു മാറ്റവും വരത്തില്ലേന്ന് ചോദിച്ചു. അതിപ്പം എന്ത് മാറ്റം എന്ന് പറഞ്ഞിട്ട് അലീന ഇങ്ങനെ മനുഷ്യങ്കരെ നോക്കണം. അപ്പോഴേക്കും മനുഷ്യങ്കർ പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അലീനയ്ക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. ആ സമയത്ത് അലീന ചോദിച്ചു, അല്ല മനുവേട്ടൻ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മനുഷ്യങ്കർ പറഞ്ഞു, അതെ ബാലേന്ദ്രൻ അങ്കിളുണ്ടല്ലോ, എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യം? നിന്നെ എനിക്ക് കെട്ടിച്ചു തരുമെന്ന്. കെട്ടിച്ചു തരുമെന്നോ? പിന്നെ അച്ഛൻ അങ്ങനെ പറഞ്ഞെന്നോ? പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ അവളെ ഞാൻ കല്യാണം കഴിച്ച് തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അലീന ഒരു നിമിഷം നിശബ്ദയായി. നീ എന്താ മറുപടി ഒന്നും പറയാത്തേന്ന് ചോദിച്ചു. അലീനയ്ക്ക് എന്ത് പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. അലീന പറഞ്ഞു, മനുവേട്ടൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്.
അതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം അത്രയധികം ഞാൻ മനുവേട്ടനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് ശരിയാവില്ല മനുവേട്ടാന്ന് പറഞ്ഞു. അത് ചേട്ടൻ മനുഷ്യങ്ങൾ പറഞ്ഞു, അതെന്തുകൊണ്ടാണ് ഇല്ലാത്ത? ശരിയാകത്തില്ല. മനുവേട്ടൻ അറിയാലോ, ഞാനൊന്നും ഇല്ലാത്തവളാ, ആരും ഇല്ലാത്തവളാ. അപ്പം പിന്നെ എങ്ങനെ ശരിയാവുന്നേ? അതൊന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. ആ സമയം മനുഷ്യങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാവരോടും പറയട്ടെ നീ ആരാന്ന്. അലീന പറഞ്ഞു, അത് ശരിയാകത്തില്ല. അതൊന്നെങ്കിൽ പറയേണ്ട ആൾ ഞാനാണ്, അല്ലെങ്കിൽ അച്ഛൻ വേണം പറയാനായിട്ട്. അതിന് ശേഷം മാത്രമേ മനുവേണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് മനുഷ്യങ്ങൾ പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യും? അലീന പറഞ്ഞു, വേണ്ട മനുവേട്ട, വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലൂടെ നടക്കണ്ട. മനുവേട്ടൻ എപ്പോഴും ഈ ചിന്ത മാത്രമുള്ളൂ എപ്പോഴെന്ന് ചോദിച്ചു. എന്താണെന്ന് എനിക്കറിയില്ല. നിന്നെ കണ്ടതിന് ശേഷം ഇങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നേ. കല്യാണം പോലും വേണ്ടെന്ന് വിചാരിച്ചിരുന്നവനാ ഞാൻ. പക്ഷെ നിന്നെ കണ്ടതിന് ശേഷം മാര്യേജിനെ കുറിച്ച് പോലും ചിന്തിക്കുന്നേ. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം മനുവേട്ട, ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോഴേക്കും മനുഷ്യൻ പറഞ്ഞു, എങ്ങനെ ഇരിക്കണമെന്ന്? ഞാൻ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്നാണോ പറഞ്ഞത്? അതും നിന്നെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്നാണോ പറഞ്ഞത്? അത് പിന്നെ മനുവേട്ട, വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലെടുത്തിടണ്ടെന്ന് പറഞ്ഞു. മനുവേട്ടൻ തോറ്റു പോകത്തുള്ളെന്ന് പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ തോറ്റു പോകത്തുള്ളെന്ന്. അല്ല മനുവേട്ട, അത് പിന്നെ അല്ല, ഇനിയിപ്പം നിനക്ക് ജയിക്കാൻ വേണ്ടി നീ എന്നെ തോൽപ്പിക്കുവോ, അതോ ഞാൻ തോൽക്കാൻ വേണ്ടി നീ ജയിക്കുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന ഇങ്ങനെ നോക്കി. അപ്പോഴേക്കും പറഞ്ഞു, അല്ല ഇനിയിപ്പോൾ എനിക്ക് ജയിക്കാൻ വേണ്ടി നീ തോറ്റു തരുമോയെന്ന് ചോദിച്ചു. അല്ല, എനിക്ക് അതിന് മറുപടി ഇല്ലായിരുന്നു. എന്ത് പറയണമെന്നും അറിയണ്ടായിരുന്നില്ല. മനുഷ്യങ്കർ പറഞ്ഞു, എന്തായാലും ഞാനിതിനകത്തൊന്നും പിന്മാറാൻ പോകുന്നില്ല. ഇതിങ്ങനെ തന്നെ നിൽക്കും. അത് എത്ര കാലം കഴിഞ്ഞാലും ശരി, ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് അവർ തിരികെ പോരുവാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കടപ്പാട്ട് വീട്ടിലേക്ക് വന്നു. മനുശങ്കർ ഇറങ്ങിയില്ല. മനുശങ്കർ പോവുക ചെയ്തേ. അകത്തേക്ക് കയറി വന്നപ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല എന്തിയും മനു എന്തേന്ന് ചോദിച്ചു. മനുവേട്ടൻ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? മനുവേട്ടൻ എന്തോ അത്യാവശ്യമുണ്ട്, പോണമെന്ന് പറഞ്ഞു. എന്തായി പോയ കാര്യങ്ങളൊക്കെ? ശരണ്യയെ കണ്ടോന്ന് ചോദിച്ചു. കണ്ടച്ച. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? പരാതിയും പരിഭവങ്ങളും ഒക്കെ ആയിരുന്നു ചെല്ലാത്തതിൻ്റെ. അത് നീ എന്ത് തെറ്റ് ചെയ്തു? നീ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരല്ലേ പറഞ്ഞത് നിന്നോട് അങ്ങോട്ട് ചെല്ലണ്ടാന്ന്. പിന്നെ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് ശരിയാ, പക്ഷേ എങ്കിൽ ഇപ്പം അവർക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അല്ല, അവളുടെ ഭാവി പരിപാടി എന്താന്ന് ചോദിച്ചു. അവൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് അച്ഛാ. അങ്ങനെയാണെങ്കിൽ പഠിക്കട്ടെ എന്ന് ഞാനും പറഞ്ഞു. അല്ല, +2 അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ അവളോട് പഠിച്ചോളാൻ പറഞ്ഞു. അവൾക്ക് ഡോക്ടർ ആവാനായിട്ട് ആഗ്രഹം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അത് കൊള്ളാലോ, ഡോക്ടറോ എഞ്ചിനീയറോ അവളുടെ ഇഷ്ടം എന്താണെന്ന് ചെയ്യട്ടെ. അല്ല, അതിനൊക്കെ കുറേ പൈസ ആവില്ലെന്ന് ചോദിച്ചു. ഞാൻ അവളോട് പറഞ്ഞു പഠിച്ചോ, ഞാൻ പൈസ മുടക്കിക്കോളാന്ന് പറഞ്ഞു. നീ എവിടുന്ന്? അത് പിന്നെ അച്ഛാ, ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ആ പൈസ മതിയല്ലോ. പിന്നെ വേറെ കുറേ പൈസയും കൂടെ വേണം, അതെങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാം. അവളുടെ പഠനം നടക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എന്നാലും അച്ഛൻ കുറച്ച് പൈസ മുടക്കുക, അല്ല അച്ഛനും കൂടെ അവളെ ഒന്ന് സഹായിക്കുക എന്ന് പറയാനായിട്ട് നിന്റെ ഗർഭം അനുവദിക്കുന്നില്ലല്ലേ എന്ന് ചോദിച്ചു. അതല്ല അച്ഛാ, ഞാൻ ഈ വീട്ടിൽ എത്ര കാലം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അവളുടെ പഠനം ചിലപ്പം 3, 4, 5 വർഷം നീണ്ടു പോയേക്കാം. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഇനി വേറെ എവിടെയെങ്കിലും ആയിരിക്കും ജോലി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം പിന്നെ ശരിയാകത്തില്ലല്ലോ. അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലോ. ഒരാളുടെ തണലിലാണ്, കുഴപ്പമില്ല. ഞാനാകുമ്പോൾ അത് എങ്ങനെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകില്ലെന്ന് ചോദിച്ചു. അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാ. ബാലേന്ദ്രൻ പറഞ്ഞു, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ എന്താ മറുപടി പറയണ്ടേ? ഇങ്ങനെയാണോ പറയണ്ടേ? നീ പറയണം, അച്ഛാ അവളുടെ പേരിൽ ഒരു 10-15 ലക്ഷം രൂപ അവളുടെ പഠനത്തിന് വേണ്ടിയിട്ട് നീക്കി വെക്ക്. പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, അങ്ങനെയല്ലേ പറയേണ്ടതെന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, അത് പിന്നെ ഞാൻ എങ്ങനെയാ അച്ഛാ അങ്ങനെ പറയണത്? അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു, നമുക്ക് നോക്കാം, അവളുടെ പഠനം നടക്കട്ടെ, എന്താ വേണ്ടതെന്ന് നോക്കാമെന്ന് പറഞ്ഞ് അലീനയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അവളെ നമുക്ക് പഠിപ്പിക്കാം, അതല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി കഥയുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.